കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് യെരുശലേമിൻ്റെ ചരിത്രം നോക്കാം. 3 വിശ്വമതങ്ങളുടെ, അതായത് യഹൂദ, ക്രൈസ്തവ, മുസ്ലിം മതങ്ങളുടെ വിശുദ്ധ നഗരമാണ് യെരുശലേം. ഈ പട്ടണത്തിനു വേണ്ടി യഹൂദന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും നടത്തിയ യുദ്ധങ്ങൾ അസംഖ്യമാണ്. യെരുശലേമിന് വേണ്ടി യഹൂദന്മാർ ഒഴുക്കിയിട്ടുള്ള കണ്ണുനീർ ചരിത്രത്തിന് മറക്കുവാൻ കഴിയുന്നതല്ല. ഒരു നഗരം എന്ന നിലയ്ക്ക് യെരുശലേമിനെക്കുറിച്ചുള്ള ആദ്യ ബൈബിൾ പരാമർശം യഹൂദ മക്കൾ യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്തു, അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു എന്നാണ്. ന്യായാധിപന്മാർ 1-ാം അധ്യായം 8-ാം വചനം. യെരുശലേമിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ രൂപരേഖ ഇതാണ്. യെരുശലേമിനെ പോലെ ഉന്നത പദവിയും വളരെയധികം കീർത്തനവും തിരുവെഴുത്തുകളിൽ ലഭിച്ചിട്ടുള്ള മറ്റൊരു നഗരവുമില്ല. ശാശ്വത സമാധാനവും അന്തിമ മഹത്വവും അവകാശമായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള നഗരമാണിത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും അമിതമായി അനുഭവിച്ചിട്ടുള്ള യെരുശലേമിന് കിടനിൽക്കുവാൻ ലോകത്തിലൊരു നഗരവുമില്ല. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർത്തിയിലെത്തിയത് ഈ പട്ടണത്തിലാണ്. മനുഷ്യരുടെ ഇടയിൽ ദൈവം സ്ഥാപിച്ച ഏകരാജ്യത്തിൻ്റെയും രാജത്വത്തിൻ്റെയും രാജനഗരം യെരുശലേമാണ്. പ്രവാചകന്മാരുടെയും ക്രിസ്തുവിൻ്റെയും ഭർസനത്തിന് വിധേയമായ യെരുശലേമിൻ്റെ ഭാവി മഹത്വം പ്രവചനത്തിലെ പ്രമുഖ വിഷയമാണ്. ഇസ്രായേലിൻ്റെ മഹത്വവും സകല ജാതികളുടെയും രക്ഷയുമായ യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗ്ഗാരോഹണം എന്നിവയാൽ അനുഗ്രഹീതമായ പുണ്യനഗരമാണിത്. കൃപായുഗത്തിലെ ദൈവിക നിർണയമായ സഭയെ രൂപീകരിക്കുവാൻ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തതും സഭയ്ക്കും മിഷനറി പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചതും ഇവിടെയാണ്. സഭയുടെ ആദ്യത്തെ മഹാസമ്മേളനം കൂടിയത് യെരുശലേമിലാണ്. യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമാണ് യെരുശലേം നഗരം. ജാതികളുടെയും രാജ്യങ്ങളുടെയും മധ്യേ യെരുശലേമിനെ വയ്ക്കുക മാത്രമല്ല, ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രവും ഭാരമുള്ള കല്ലുമാക്കി തീർത്തിരിക്കുകയുമാണ്. സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാർ അന്ത്യയുദ്ധത്തിന് കൂടിച്ചേരുന്നതും നശിക്കുന്നതും ഇവിടെ തന്നെയാണ്. സാത്താനെ ബന്ധിച്ച ശേഷം ദാവീദ് പുത്രനായ യേശുക്രിസ്തു രാജാധിരാജാവും കർത്താതി കർത്താവുമായി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് സർവ്വഭൂമിയെയും നീതിയിൽ വാഴുന്നതും യെരുശലേം കേന്ദ്രിതമാക്കിയാണ്. യെരുശലേം എന്ന പേര് സെമിറ്റിക് ആണെങ്കിലും പട്ടണത്തിന് ആ പേർ ആദ്യമായി നൽകിയത് എബ്രായർ അല്ല. ഈജിപ്തിലെ ശാപഗ്രന്ഥങ്ങളിൽ റുശലീം എന്നും യെരുശലേമിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെ പട്ടണം എന്നാണ് പൊതുവെ ഇതിൻ്റെ അർത്ഥം. യോശുവ 10-ാം അധ്യായം 1-ാം വചനത്തിലാണ് എബ്രായ ബൈബിളിൽ ആദ്യമായി യെരുശലേമിൻ്റെ പേർ പറഞ്ഞിട്ടുള്ളത്. യെരുശലേമിന് 60 വിഭിന്ന നാമങ്ങളുണ്ടെന്നാണ് റബ്ബിമാർ പറയുന്നത്. ബൈബിളിൽ 800-ലധികം തവണ യെരുശലേം പരാമർശിക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ ഇയ്യോബ്, ഹോശേയ, യോന, നഹൂം, ഹബക്കൂക്ക്, ഹഗായി എന്നീ പുസ്തകങ്ങളിൽ യെരുശലേം എന്ന പേരില്ല. പുതിയ നിയമത്തിൽ റോമാലേഖനം മുതൽ വിരളമായ ഈ നാമം കാണപ്പെടാറുള്ളൂ. യെരുശലേം എന്ന പേര് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രയോഗിച്ചിട്ടുള്ള പേരാണ് സിയോൻ. പഴയ നിയമത്തിൽ 100-ലധികം സ്ഥാനങ്ങളിൽ സിയോൻ പറയപ്പെടുന്നുണ്ട്. ആദ്യ പരാമർശം 2 രാജാക്കന്മാർ 19-ാം അധ്യായം 21-ലാണ്. സിയോൻ കൂടുതലായി കാണപ്പെടുന്നത് സങ്കീർത്തനങ്ങളിലാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തു 2 പ്രാവശ്യം സിയോനെക്കുറിച്ച് പറഞ്ഞു. ഇവ രണ്ടും പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധാരണയാണ്. ഇതുകൂടാതെ ദൈവത്തിൻ്റെ നഗരം, യഹോവയുടെ നഗരം, വിശുദ്ധ നഗരം എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ യെരുശലേം അറിയപ്പെടുന്നു. യെരുശലേമിൻ്റെ പ്രാധാന്യവും മഹത്വവും സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പുകൊണ്ടല്ല. ഒരു തുറമുഖ നഗരമോ വാണിജ്യ കേന്ദ്രമോ നദീതട നഗരമോ അല്ല യെരുശലേം. അന്തർദേശീയ വാണിജ്യ പാതകളൊന്നും ഈ പട്ടണത്തിനടുത്തുകൂടി കടന്നു പോകുന്നില്ല. ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ഫലപുഷ്ടിയും യെരുശലേമിൻ്റെ മഹത്വത്തിന് നിദാനമായിരുന്നില്ല. യഹൂദ മരുഭൂമിയുടെ അറ്റത്ത് കിടക്കുന്ന യെരുശലേമിൽ ജലവിതരണം പോലും പരിമിതമാണ്. എന്നാൽ വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പട്ടണങ്ങളെക്കാൾ ഒരു മേന്മ യെരുശലേമിനുണ്ട്. നൂറ്റാണ്ടുകൾക്കിടയിൽ വലിയ പട്ടണങ്ങളുടെ എല്ലാം സ്ഥാനം മാറിയിട്ടുണ്ട്. എന്നാൽ യെരുശലേം അതിൻ്റെ പൗരാണിക സ്ഥാനത്ത് നിന്ന് നിലകൊള്ളുന്നു.
ഇത് യെരൂശലേം ആകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വച്ചിരിക്കുന്നു, അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട് എന്ന് യെഹെസ്കേൽ പുസ്തകം 5-ാം അധ്യായം 5-ാം വചനത്തിൽ കാണുവാൻ കഴിയുന്നു. 3 കുന്നുകളുടെ നടുവിലാണ് യെരൂശലേം സ്ഥിതി ചെയ്യുന്നത്. യെബൂസ്യരുടെ കയ്യിൽ നിന്നും ദാവീദ് പിടിച്ചെടുത്ത തെക്ക് കിഴക്കുള്ള കുന്നാണ് പിൽക്കാലത്ത് സിയോനായി മാറിയത്. ഈ കുന്ന് ഒരു ഭീമാകാരമായ പാദമുദ്ര പോലെയാണ്. അതിന് 375 മീറ്റർ നീളവും 120 മീറ്റർ വീതിയും ഉണ്ട്. 8 മുതൽ 10 ഏക്കർ വിസ്തീർണമേ അതിനുള്ളൂ. ശലോമോൻ ദേവാലയവും ഓഫീർ എന്ന പേരോട് കൂടിയ തൻ്റെ കൊട്ടാരവും പണിതത് വടക്കേ കുന്നിലാണ്. യെരൂശലേമിൻ്റെ മതിലുകളും വാതിലുകളും വിവരിക്കുക എളുപ്പമല്ല. കിഴക്കും തെക്കും പടിഞ്ഞാറും അഗാധമായ താഴ്വരകൾ ഉള്ളതുകൊണ്ട് ശത്രു സൈന്യത്തിന് പ്രയാസം കൂടാതെ കടക്കാവുന്ന ഒരേ ഒരു മാർഗം വടക്കാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള മതിലുകൾ താഴ്വരയുടെ തുക്കായ പാറക്കെട്ടുകളിലാണ്. ഇന്നത്തെ തെക്കേ മതിലിന് വളരെ താഴെയായി ഒരു തെക്കേ മതിൽ പണ്ട് ഉണ്ടായിരുന്നിരിക്കണം. ആദ്യത്തെ വടക്കേ മതിൽ യാഫ വാതിലിൽ നിന്നും ദേവാലയ പ്രദേശത്തിൻ്റെ മധ്യം വരെ നീണ്ടുകിടന്നു. രണ്ടാമത്തെ വടക്കേ മതിൽ യാഫ വാതിലിൽ നിന്നും തുടങ്ങി വടക്കോട്ട് നീളുകയും തുടർന്ന് കിഴക്കോട്ട് വളഞ്ഞ് അന്റോണിയ ഗോപുരത്തിൻ്റെ കിഴക്കെത്തുകയും ചെയ്യുന്നു. പട്ടണത്തിൻ്റെ മതിലുകളെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ മാത്രമാണ്. ശത്രുക്കൾ പട്ടണം വളയുമ്പോൾ യെരൂശലേം നിവാസികൾക്ക് ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. എന്നാൽ ജലത്തിൻ്റെ കുറവ് വലിയ തോതിൽ അവർ അനുഭവിച്ചിരുന്നില്ല. യഹൂദിയ മരുഭൂമിക്കടുത്തായിരുന്നു യെരൂശലേമിൻ്റെ കിടപ്പ്. എങ്കിലും അവർക്ക് നിരന്തരമായ ശുദ്ധജല വിതരണ സംവിധാനം ഉണ്ടായിരുന്നു. നഗരമതിലുകൾക്കകത്ത് തന്നെ ജലം സംഭരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എൻ റോഗേൽ, ഗീഹോൻ എന്നീ 2 ഉറവുകളും പട്ടണത്തിനടുത്താണ്. യെരൂശലേമിനെക്കുറിച്ചുള്ള ആദ്യ ബാഹ്യരേഖ BC 14-ാം നൂറ്റാണ്ടിലെ അമർന എഴുത്തുകളാണ്. ഈ പട്ടണത്തിൻ്റെ ദേശാധിപതി ഈജിപ്തിലെ ഫറവോൻ എഴുതിയ രസകരമായ എഴുത്തിൽ പട്ടണം ഭീഷണിക്ക് വിധേയമായിട്ടുണ്ടെന്നും തനിക്ക് ആവശ്യമായ സഹായം ഈജിപ്തിൽ നിന്ന് ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടിരുന്നു. യെബൂസ്യനെക്കുറിച്ചുള്ള ഒരു പരാമർശം ഉൽപ്പത്തി 10-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങളിലുണ്ട്. യെരൂശലേം എന്ന നിലയിൽ ആദ്യ പ്രസ്താവന അബ്രഹാമും ശാലോം രാജാവായ മൽക്കീസദേക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മൽക്കീസദേക്ക്. മോറിയ മലയിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ഒരുങ്ങിയ സ്ഥലത്തായിരുന്നു ശലോമോൻ ദേവാലയം പണിതതെന്ന് പാരമ്പര്യങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അബ്രഹാമിൻ്റെ കാലത്ത് യെരൂശലേം ഉണ്ടായിരുന്നുവെന്ന് യഹൂദ പഴമകളിൽ ജസീഫസും സ്ഥിരീകരിക്കുന്നുണ്ട്. യെരൂശലേം രാജാവ് യോശുവയെ തോൽപ്പിക്കുവാൻ മറ്റ് 4 രാജാക്കന്മാരോട് കൂട്ടുചേർന്നു. എന്നാൽ അവൻ്റെ ശ്രമം വിഫലമായി. യെബൂസ്യരെ ഓടിക്കുന്നതിന് ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. തുടർന്ന് ഇസ്രായേൽ മക്കൾ അദോനി ബെസേക്കിനോടൊപ്പം ഒരു വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി. അദോനി ബെസേക്കിനെ പിടിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് അവൻ മരിച്ചു. ബെന്യാമീന്യർ യെരൂശലേമിൽ വസിച്ചിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. അവർ ബെന്യാമീന്യരോടൊപ്പം യെരൂശലേമിൽ പാർത്തു. യോശുവയുടെ മരണശേഷം ദാവീദ് യെരൂശലേം പിടിക്കുന്നതുവരെ യെരൂശലേമിനെക്കുറിച്ച് ഒരറിവും നമുക്ക് ലഭ്യമല്ല. യെബൂസ്യരുടെ കയ്യിൽ നിന്ന് ദാവീദ് പിടിച്ചെടുത്തത് പിൽക്കാലത്ത് സിയോൻ എന്ന് വിളിക്കപ്പെട്ട കോട്ടയാണ്. ഇത് തെക്ക് കിഴക്കുള്ള കുന്നിലാണ്. യെബൂസ്യനായ അരവനയുടെ കളം ദാവീദ് വിലയ്ക്ക് വാങ്ങി. ശലോമോൻ പിൽക്കാലത്ത് ദേവാലയം പണിതത് അവിടെയാണ്. ദേവാലയം പണിത ശേഷം അതിനു വടക്കായി ഒരു മനോഹരമായ കൊട്ടാരം പണിതു. അതിൻ്റെ ഒരു ഭാഗവും ഇന്ന് അവശേഷിക്കുന്നില്ല. ശലോമോൻ്റെ മരണത്തോടു കൂടി ഇസ്രായേലിൻ്റെ പ്രതാപം അവസാനിച്ചു. യെരൂശലേമിൻ്റെ മഹത്വം മങ്ങിത്തുടങ്ങി. രെഹബെയാം രാജാവിൻ്റെ വാഴ്ചയുടെ 5-ാം ആണ്ടിൽ ഈജിപ്തിലെ ശീശക് രാജാവ് വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. ഏകദേശം 300 വർഷത്തിനുള്ളിൽ 8 പ്രാവശ്യം യെരൂശലേം ദേവാലയം കൊള്ളയടിക്കപ്പെട്ടതിൽ ഒന്നാമത്തതാണിത്. ആസ രാജാവ് 4-ാം രാജാവായ ബെൻഹദദിന് കൈക്കൂലിയായി ദേവാലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിലുള്ള വെള്ളിയും പൊന്നും കൊടുത്തയച്ചു. തുടർന്ന് 2 പ്രാവശ്യം യഹൂദയിലെ രാജാക്കന്മാർ ദേവാലയ ഭണ്ഡാരത്തിലെ നിക്ഷേപങ്ങൾ എടുത്തുകൊടുത്താണ് ശത്രുക്കളെ യെരൂശലേം ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. യഹോരാമിൻ്റെ വാഴ്ചകാലത്ത് ഫെലിസ്ത്യരും കൂശ്യരും അറബികളും രാജധാനിയിൽ കണ്ട സകല വസ്തുതകളെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. യഹൂദ രാജാവായ യഹോവാശ് രാജധാനിയിലെയും ദേവാലയത്തിലെയും നിക്ഷേപങ്ങളെടുത്ത് അരാം രാജാവായ ഹസയേലിന് യെരൂശലേം വിട്ടുപോകുന്നതിന് വേണ്ടി കൊടുത്തു.
ഇസ്രായേൽ രാജാവായ യഹോവാശ് യെരൂശലേമിൽ വന്ന് 400 മുഴം മതിലിടിച്ചു. യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. അരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ പെക്കഹും ദേവാലയം പിടിക്കുവാൻ നടത്തിയ ശ്രമത്തെ യഹൂദ രാജാവായ ആഹാസ് പരാജയപ്പെടുത്തി. 3 വർഷത്തിനു ശേഷം യഹൂദ രാജാവ് നെബൂഖദ്നേസറിനോട് മത്സരിച്ചു. BC 587 നെബൂഖദ്നേസർ പട്ടണവും ദേവാലയവും നശിപ്പിച്ചു. 60,000 പേരെ ബന്ദികളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ദേവാലയത്തിൽ ശേഷിച്ചിരുന്ന നിക്ഷേപങ്ങളൊക്കെയും കൊണ്ടുപോയി. എസ്രായുടെ കാലത്താണ് അവ വീണ്ടുകിട്ടിയത്. ബാബേൽ പ്രവാസത്തിനു ശേഷം സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയത്തിൻ്റെ പണി BC 538 ആരംഭിച്ചു. എന്നാൽ പല വിധത്തിലുള്ള എതിർപ്പുകൾ മൂലം BC 516 വരെ പണി പൂർത്തിയായില്ല. ഏകദേശം 60 വർഷത്തിനു ശേഷം നെഹമ്യാവ് പട്ടണമതിൽ പുതുക്കിപ്പണിതു. തുടർന്ന് എസ്രായുടെ കീഴിൽ ഒരു നവോത്ഥാനം നടന്നു. യെരൂശലേമിൻ്റെ മതിലുകളെക്കുറിച്ചും ചില പ്രധാന സ്ഥാനങ്ങളെക്കുറിച്ചും 3 വിവരണങ്ങൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. എസ്രായും നെഹമ്യാവും കോൺ വാതിലിനെക്കുറിച്ച് പറയുന്നില്ല. നെഹമ്യാവ് പുതുക്കിപ്പണിത മതിലിൽ ഈ വാതിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ അന്ന് മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെട്ടിരിക്കണം. നെഹമ്യാവിൻ്റെ കാലശേഷമുള്ള 100 വർഷത്തെ ചരിത്രം അവ്യക്തമാണ്. അലക്സാണ്ടറുടെ മരണശേഷം യെരൂശലേം ടോളമി ഒന്നാമൻ്റെ ഭരണത്തിന് വിധേയമായി. 1 നൂറ്റാണ്ടിന് ശേഷം സൈലൂക്കിയ ഭരണത്തിലമർന്ന യെരൂശലേം BC 199 ഈജിപ്തിൻ്റെ പിടിയിലായി. BC 198 അന്ത്യോക്യസ് മൂന്നാമൻ യെരൂശലേം പിടിച്ചു. യഹൂദന്മാരുടെ ശുഭപ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ അന്ത്യോക്യസ് എപ്പിഫാനസ് പ്രത്യക്ഷപ്പെട്ടു. യാഗപീഠത്തിൽ അവൻ പന്നിയെ അർപ്പിച്ചു. ദേവാലയം അശുദ്ധമാക്കി. യഹൂദന്മാരുടെ യാഗങ്ങളും പരിച്ഛേദനയും ശബത്താചരണവും വിലക്കി. തിരുവെഴുത്തുകൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന യഹൂദന്മാരെ എല്ലാം കൊന്നൊടുക്കി. മക്കാബിയരുടെ 1-ാം പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ വിശദ വിവരമുണ്ട്. BC 165 യൂദ മക്കാബിയോസ് യെരൂശലേം മോചിപ്പിച്ചു. യഹൂദന്മാർ ഇന്നും ഇതിനെ ഹനൂക്കയായി ആചരിക്കുന്നു, അല്ലെങ്കിൽ ദീപോത്സവം. യെരൂശലേമിൻ്റെ ചരിത്രത്തിൽ റോം രംഗപ്രവേശം ചെയ്യുന്നത് BC 65 BC 64 പോംപി യെരൂശലേമിൻ്റെ മതിലുകളെ നശിപ്പിച്ചു. 55 ദേവാലയം കൊള്ളയടിക്കപ്പെട്ടു. 40 പട്ടണം കീഴടക്കപ്പെട്ടു. BC 40 അഗസ്റ്റസ് സീസർ മഹാനായ ഹെരോദാവിനെ യഹൂദന്മാരുടെ രാജാവാക്കിയെങ്കിലും 37 മാത്രമേ യെരൂശലേം കൈവശമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. വിശാലമായ മന്ദിരങ്ങൾ നിർമ്മിക്കുവാൻ ഹെരോദാവിനുണ്ടായിരുന്ന അഭിലാഷത്തിൻ്റെ ഫലമായി ദേവാലയത്തിൻ്റെ പണി 20 ആരംഭിച്ചു. ഹെരോദാവ് BC 4 മരിച്ചു. AD 62 ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം രംഗഭൂമി യെരൂശലേമാണ്. ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തിലെ ഒടുവിലത്തെ ആഴ്ച മുഴുവൻ ഈ നഗരത്തിനടുത്താണ് ചിലവഴിച്ചത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യെരൂശലേമിൽ എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അടുത്തുള്ള ഒലിവുമലയിൽ വച്ചാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്. യെരൂശലേമിനെക്കുറിച്ച് ക്രിസ്തു 4 പ്രസ്താവനകൾ ചെയ്തു. യെരൂശലേമിൻ്റെ മാളിക മുറിയിൽ ശിഷ്യന്മാർ കാത്തിരിക്കുമ്പോഴായിരുന്നു പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തത്. സഭയുടെ ആരംഭ ബിന്ദു യെരൂശലേമിലാണ്. സഭയ്ക്ക് നേരെ പീഡനം ആരംഭിച്ചതും യെരൂശലേമിൽ തന്നെ. 143 ദിവസത്തെ നിരോധനത്തിനു ശേഷം AD 70 തീത്തൂസിൻ്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം യെരൂശലേമിനെ നശിപ്പിച്ചു. ഏകദേശം 6 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. റോമിൽ നിന്ന് മോചനം നേടാനായി ബാർകോക്ബയുടെ നേതൃത്വത്തിൽ 134 നടന്ന വിപ്ലവം അടിച്ചമർത്തപ്പെട്ടു. പട്ടണത്തിൽ ശേഷിച്ചിരുന്നവരെ ഇടിച്ച് നിലംപരിചയാക്കി. പട്ടണത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഉഴുതുമറിച്ചു. 135 യെരൂശലേമിൻ്റെ പേർ ഐലിയ കാപ്പിത്തോളിന എന്നാക്കി മാറ്റി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ 2 നൂറ്റാണ്ട് കാലം യഹൂദന്മാരെ യെരൂശലേമിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലനയുടെ പ്രേരണ മൂലം ഉയർത്തെഴുന്നേൽപ്പ് എന്ന പേരിലുള്ള ദേവാലയം പണിതു. തുടർന്ന് യെരൂശലേം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ഖുസ്രു രാജാവിൻ്റെ കീഴിൽ ഒരു പേർഷ്യൻ സൈന്യാധിപൻ 614 യെരൂശലേം പട്ടണം കീഴടക്കി. 60,000 ക്രിസ്ത്യാനികളെ കൊല്ലുകയും 35,000 പേരെ അടിമകളാക്കുകയും ചെയ്തു. ഇത് ക്രിസ്തീയ യെരൂശലേമിൻ്റെ മരണമണിയായിരുന്നു. ഹെരാക്ലിയസ്
ഖുസ്രുവിൻ്റെ പുത്രനുമായി 628 ഉടമ്പടി ചെയ്ത് സ്വർണ്ണ കവാടം വഴി യെരുശലേമിൽ പ്രവേശിച്ചു. രക്തച്ചൊരിച്ചിലിൽ കൂടാതെ കാലിഫ് ഓമർ 637 യെരുശലേമിൽ പ്രവേശിച്ചു. ഈജിപ്തിലെ കാലിഫായ ഷിയ 969 പട്ടണം കൈവശമാക്കി. 1077 സെൽജൂക്ക് തുർക്കികളിലെ ഒരു പട്ടാള മേധാവി ഈജിപ്തുകാരെ പുറത്താക്കി പട്ടണത്തിനകത്ത് പാർത്തിരുന്ന 3000-ഓളം പേരെ വധിച്ചു. ഒന്നാം കുരിശുയുദ്ധസേന 1099 ജൂലൈ 14 യെരുശലേം പിടിച്ചു. അത്യന്തം ദാരുണമായ കൂട്ടക്കൊലയാണ് ക്രിസ്ത്യാനികൾ നടത്തിയത്. കുരിശുയുദ്ധ സൈന്യത്തെ പരാജയപ്പെടുത്തിയ സലാദിൻ്റെ സൈന്യം 1187 ഒക്ടോബർ 2 ഒരു തുള്ളി രക്തം പോലും ചൊരിയിക്കാതെ പട്ടണത്തിൽ കടന്നു. ഓട്ടോമൻ തുർക്കികളായിരുന്നു 1517 മുതൽ 400 വരെ യെരുശലേം ഭരിച്ചത്. 1917 ഡിസംബർ 9 അല്ലൻബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം യെരുശലേമിൽ പ്രവേശിച്ചു. 1918 ഒക്ടോബർ 31 ഒപ്പിട്ട താൽക്കാലിക യുദ്ധവിരാമ സന്ധി അനുസരിച്ച് തുർക്കികളുടെ ഭരണം അവസാനിച്ചു. 1920 ഏപ്രിൽ 24 പാലസ്തീനും ട്രാൻസ് യോർദാനും ബ്രിട്ടീഷ് മാൻഡേറ്റായി തീർന്നു. 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു. 1967 ജൂണിലെ 6 ദിവസത്തെ യുദ്ധത്തിനു മുൻപ് യഹൂദന്മാർക്ക് യെരുശലേമിൽ പാർക്കുവാൻ അനുവാദം നൽകിയിരുന്നില്ല. യുദ്ധത്തിനു ശേഷം ഇസ്രായേലിൻ്റെ ശാശ്വതമായ തലസ്ഥാനമായി യെരുശലേം പ്രഖ്യാപിക്കപ്പെട്ടു.